വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 8 മുതൽ 10 വരെ. കാണാതായ നാണയത്തിന്റെ ഉപമ. ഏതു സ്ത്രീയാണ് തനിക്ക് 10 നാണയമുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 12 മുതൽ 15 വരെ സന്ദർശനം മാറ്റിവയ്ക്കുന്നു. ഞങ്ങൾ ലോകത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. അത് ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവകൃപയാലാണ് സാധിച്ചത്. നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതൊഴിച്ച് മറ്റൊന്നും ഞങ്ങൾ എഴുതുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഭാഗികമായി മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുവിന്റെ ദിനത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അഭിമാനവും ഞങ്ങൾ നിങ്ങളുടെ അഭിമാനവുമാണെന്ന് നിങ്ങൾ സമ്പൂർണമായും ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ വിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് വീണ്ടും കൃപ ലഭിക്കേണ്ടതിന് നിങ്ങളുടെ അടുത്തു വരാമെന്ന് ഞാൻ നേരത്തെ നിശ്ചയിച്ചത്.